പ്രിയരെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹോളി സ്പിരിറ്റ് ശുശ്രൂഷകളിലേക്ക് ഹൃദയംഗമായ സ്വാഗതം. ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്ന വാഗ്ദത്ത വചനം ഫിലിപ്പിയ ലേഖനം 1-ാമത്തെ അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യമാണ്. നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശുക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കും എന്ന് ഞാൻ ഉറപ്പായി വിശ്വസിച്ചിരിക്കുന്നു. വിശുദ്ധ പൗലോസ്ലീഹയുടെ ഏറ്റവും അനുഗ്രഹീതമായൊരു ലേഖനമാണ് ഫിലിപ്പിയ ലേഖനം. യൂറോപ്പിലേക്ക് സുവിശേഷം പ്രവേശിക്കുമ്പോൾ അതിൻ്റെ ആദ്യത്തെ പടി എന്ന വണ്ണം, അല്ലെങ്കിൽ ആദ്യത്തെ ഫലം എന്ന വണ്ണം ഉൽപ്പാദിതമായ ആരംഭിക്കപ്പെട്ട ഒരു സഭയാണ് ഫിലിപ്പിയ സഭ. മക്കദോന്യയിലേക്കുള്ള യാത്രയിൽ പൗലോസിനെ സ്വീകരിച്ച് അവിടെ ഒരു മക്കദോന്യ പുരുഷൻ ഉണ്ടായിരുന്നതായിട്ടും രാത്രിയിൽ ദർശനത്തിൽ അദ്ദേഹം ഞങ്ങളെ സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തോട് സംസാരിക്കുന്നതുമൊക്കെ അപ്പോസ്തല പ്രവൃത്തി നമുക്ക് കാണാനായിട്ട് കഴിയും. ആ ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് യൂറോപ്പിലേക്ക് പൗലോസും കൂട്ടരും പോകുവാനായിട്ട് തീരുമാനിക്കുന്നത്. അതിലവർ ആദ്യം എത്തിച്ചേരുന്നത് ഫിലിപ്പിയ പട്ടണത്തിലാണ്. 10 യഹൂദ കുടുംബങ്ങൾ പോലും തികച്ചെടുക്കാനില്ലാത്ത ഒരു സാധാരണ പട്ടണം, ജാതീയമായിരിക്കുന്ന ഒരു പട്ടണം, വിഗ്രഹാരാധനയുടെയും മറ്റും ഈറ്റില്ലമായിരിക്കുന്ന ഒരു പട്ടണം. അവിടേക്ക് സുവിശേഷമായിട്ട് പൗലോസ് കടന്നു പോവുകയാണ്. പെട്ടെന്ന് തന്നെ വലിയ രൂപാന്തരങ്ങൾ, മാറ്റങ്ങൾ അവിടെ സംഭവിക്കുകയാണ്. ഒരു വലിയ സമൂഹം അവിടെ നിന്ന് രക്ഷിക്കപ്പെടുന്നതായിട്ടും വലിയൊരു ദൈവസഭ അവിടെ സ്ഥാപിതമാകുകയും ചെയ്യുന്നതായിട്ടും മനസ്സിലാക്കാനായിട്ട് കഴിയും. 10 വർഷങ്ങൾക്ക് ശേഷം പൗലോസ് അവർക്ക് ലേഖനത്തിലൂടെ സംസാരിക്കുകയാണ്. ആ സംസാരിക്കുന്ന ലേഖനത്തിൽ പൗലോസ് ആമുഖത്തിൽ തന്നെ പറയുന്ന വേദഭാഗമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശുക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കും. ഫിലിപ്പിയയിൽ ഒരു നല്ല പ്രവൃത്തി ആരംഭിച്ചത് കർത്താവായ യേശുക്രിസ്തുവാണ്. ആരും കടന്നു ചെല്ലാൻ സാധ്യതയില്ലാതിരുന്ന, ഒറ്റ മനുഷ്യൻ്റെ സ്വപ്നത്തിൽ പോലും ഇടം പിടിക്കാതിരുന്ന ആ ഇടത്തേക്ക് പൗലോസിനെ ദൈവം ദർശനത്താലും ആത്മീക നിയോഗത്താലും പറഞ്ഞയക്കുകയും അവിടെ ഒരു വലിയ ദൈവപ്രവൃത്തി അദ്ദേഹത്തിലൂടെ ആരംഭിക്കുവാൻ കർത്താവിന് ഇഷ്ടമായതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ആ ആരംഭിക്കപ്പെട്ട പ്രവൃത്തി ഒരിക്കലും തകർന്നു പോകത്തില്ല. അത് പൂർണ്ണമായിട്ടും യേശുക്രിസ്തുവിൻ്റെ നാളോളം അത് സജീവമായിരിക്കുമെന്നും അതിനെ തകർക്കാൻ ലോകത്തിൻ്റെ ശക്തികൾക്ക് കഴിയത്തില്ലെന്നാണ് അപ്പോസ്തലൻ ഈ വാക്കുകളിലൂടെ ഫിലിപ്പിയരോട് പറയാനായിട്ട് ശ്രമിക്കുന്നത്. എന്തുകൊണ്ടാണ് ഫിലിപ്പിയരോട് ഈ കാര്യം പറയാനായിട്ട് താല്പര്യം കാണിച്ചത്? അതിന് പ്രധാനപ്പെട്ട ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട്. അലക്സാണ്ടർ ചക്രവർത്തിയുടെ പിതാവായ ഫിലിപ്പ് രാജാവിൻ്റെ സ്മരണാർത്ഥം പണിയപ്പെട്ടിരിക്കുന്ന ഒരു പട്ടണമാണ് ഫിലിപ്പിയ പട്ടണം. 33-ാമത്തെ വയസ്സിൽ അലക്സാണ്ടർ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ 4 ജനറൽമാർ അദ്ദേഹത്തിൻ്റെ ഗ്രീസ് എന്ന വലിയ സാമ്രാജ്യത്തെ 4 വിഭാഗിച്ച് അവരുടെ കൈകളിൽ എടുക്കുന്നത് നമുക്ക് ചരിത്രത്തിൽ നിന്ന് വായിച്ചറിയാനായിട്ട് കഴിയും. ആ കൂട്ടത്തിൽ ഫിലിപ്പിയ പട്ടണം മെല്ലെ മെല്ലെ നാമാവിശേഷമായി തീരുന്നതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. പ്രൗഢഗംഭീരമായി തല ഉയർത്തി നിന്നിരുന്ന ക്രനിഡസ് പോലെയുള്ള വലിയ സ്വർണ്ണഖനികൾ അതെല്ലാം കാലത്തിൽ പിന്നീടുള്ള യാത്രകളിൽ നശിച്ചു പോകുന്നതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇങ്ങനെ ചരിത്രത്തിൻ്റെ ഒരു ശേഷിപ്പ് ഈ ഫിലിപ്പിയ സഭയുടെ മുമ്പിലുണ്ട്. അവർ പാർക്കുന്ന ആ പട്ടണം ചരിത്രത്തിൽ ഒരിക്കൽ നശിക്കപ്പെട്ടതാണ്. അവരെ നയിച്ചിരുന്ന നേതാക്കന്മാർ ഒരിക്കൽ തകർന്നു പോയവരാണ്. അവർക്ക് മുന്നോട്ട് പോകാൻ സാധ്യതകളില്ലാതിരുന്ന, ചരിത്രത്തിൽ അസ്തമിച്ചു പോയ ഒരു പട്ടണത്തിൻ്റെ ഒരു ഭാഗം, അല്ലെങ്കിൽ ഒരു സാമ്രാജ്യത്തിൻ്റെ ഒരു കൊച്ചു കോണിൽ താമസിക്കുന്നവരായിരുന്നു ഫിലിപ്പിയിലുള്ളവർ. അവരോട് പറയുകയാണ്, നിങ്ങളിൽ ആരംഭിക്കപ്പെട്ട ആ നല്ല പ്രവൃത്തി അത് നിങ്ങൾ കണ്ട ഗ്രീസ് സാമ്രാജ്യം പോലെ തകർന്നു പോകത്തില്ല. അത് തീർച്ചയായിട്ടും കർത്താവിൻ്റെ വരവ് വരെ, കർത്താവിൻ്റെ നാളോളം നിങ്ങളിൽ ആരംഭിക്കപ്പെട്ടത് പൂർത്തീകരിക്കപ്പെടും. അതങ്ങനെ സ്ഥായിയായി നിലനിൽക്കും എന്ന് അപ്പോസ്തലൻ തൻ്റെ തൂലികകളാൽ അവരോട് സംസാരിക്കുകയാണ്. ഇന്ന് ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് സ്നേഹത്തോടുകൂടെ അറിയിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ആരംഭിച്ച ചില ദൈവപ്രവൃത്തികളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ രക്ഷയാണ്. നമ്മൾ രക്ഷിക്കപ്പെടാൻ കാരണമായി തീർന്ന മുഖാന്തരങ്ങൾക്കും അതിനായി ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കിയ അവസരങ്ങൾക്കുമായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യും. ആ രക്ഷ ഒരിക്കലും തകർന്നു പോകുന്നതല്ല. അത് യേശുക്രിസ്തുവിൻ്റെ നാളോളം തലയെടുപ്പോടെ തല ഉയർത്തി അത് നിൽക്കുമെന്നുള്ളത് രണ്ട് പക്ഷമില്ലാത്ത ഒരു വസ്തുതയാകുന്നു. നമ്മുടെ ജീവിതത്തിൽ അതിനോടനുബന്ധമായിട്ട് ദൈവം ചേർത്ത് തന്ന കൊച്ചു കൊച്ചു സംവിധാനങ്ങൾ, ജീവിതത്തിൻ്റെ നല്ല മെച്ചപ്പെട്ട മേന്മയേറിയ ജീവിത സാഹചര്യങ്ങൾ, കുടുംബജീവിതങ്ങൾ, അപ്പോൾ തന്നെ അനുഗ്രഹീതമായ ഭവനങ്ങൾ, ദൈവം നമുക്ക് തന്നിട്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ, നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ഔദ്യോഗിക മേഖലകൾ, കൊച്ചു കൊച്ചു ഉപജീവനത്തിൻ്റെ വഴികൾ, ബിസിനസ് സംവിധാനങ്ങൾ, ഇതൊക്കെ ദൈവത്താൽ ആരംഭിക്കപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ ഇതിനെ തകർത്ത് കളയാൻ പിശാചിനെ ദൈവം അനുവദിക്കത്തില്ല എന്നുള്ളതാണ്. മേ ബി നിങ്ങളുടെ കൺവട്ടത്തിൽ ദൈവത്താൽ അല്ലാതെ ആരംഭിക്കപ്പെട്ട പലതും തകർന്നടിയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം. വലിയ സൗധങ്ങളിൽ താമസിച്ചിരുന്നവർ പെട്ടെന്ന് തെരുവുകളിലേക്ക് ഇറങ്ങുന്ന കാഴ്ച നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം. ധനാഢ്യന്മാർ പെട്ടെന്ന് പാപ്പരായി മാറുന്ന കാഴ്ചകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം.
പക്ഷെ ദൈവത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ആരംഭിക്കപ്പെട്ടതൊന്നും തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. കാര്യം അത് ആരംഭിച്ചത് ദൈവമാകിയാൽ അതിനെ പൂർത്തീകരിക്കാൻ ദൈവത്തിന് കഴിയും എന്നുള്ളതാണ് ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്ന, നമ്മളെല്ലാവരോടും സംസാരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദൈവിക ആലോചന എന്ന് പറയുന്നത്. ഫിലിപ്പിയിൽ ദൈവം ആരംഭിച്ച നല്ല പ്രവൃത്തികളുടെ ആദ്യത്തെ 3 വ്യക്തികൾ, അവരെക്കുറിച്ച് പറയാതെ ഈ സന്ദേശം പൂർണ്ണമാകുന്നില്ല. അതിൽ ഏറ്റവും ആദ്യത്തെ വ്യക്തി എന്ന് പറയുന്നത് ലുദിയ എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ്. ഒരു കച്ചവട സംബന്ധമായിട്ട് ഫിലിപ്പിയിൽ വന്നു പാർക്കുന്ന ഒരു യഹൂദ സ്ത്രീയാണ് ലുദിയ എന്ന ആ സ്ത്രീ. അവൾ ദൈവവചനം കേൾക്കേണ്ടതിന് പരിശുദ്ധാത്മാവ് അവളുടെ ഹൃദയത്തെ തുറന്നു കൊടുക്കുകയും പൗലോസ് പ്രസംഗിച്ചത് ഹൃദയം തുറന്നവൾ കേൾക്കുകയും ആ തുറക്കപ്പെട്ട ഹൃദയം പിന്നീട് അവളുടെ വീടിൻ്റെ വാതിൽ തുറക്കപ്പെടുന്നതിനും കാരണമായി തീർന്നു. ദൈവം ഒരാളുടെ ഹൃദയം തുറന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അടുത്ത പടി എന്ന് പറയുന്നത് അവർ കുടുംബമായി രക്ഷിക്കപ്പെടുക എന്നുള്ളതാണ്. അങ്ങനെ അവളുടെ വീട് ഒരു സഭയായി മാറുന്നതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. പുഴവക്കിൽ നിന്ന് ഒരു വീട്ടിലേക്ക്, അഥവാ ലുദിയയുടെ വീട്ടിലേക്ക് ആദ്യത്തെ ഒരു സഭ ഫിലിപ്പിയിൽ ആരംഭിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. യഹൂദന്മാരുടെ പ്രാർത്ഥനയിലെ ഏറ്റവും ശ്രേഷ്ഠമായ എന്ന് അവർ കരുതുന്ന ഒരു പ്രാർത്ഥനാ വാചകമുണ്ട്. കർത്താവേ, നീ എന്നെ ഒരു സ്ത്രീയായി സൃഷ്ടിക്കാത്തതിന് ഞാൻ നിനക്ക് നന്ദി പറയുന്നു എന്ന് യഹൂദന്മാർ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ വാചകമുണ്ട്. അവരുടെ തൽമൂദുകളിൽ നമുക്കത് കാണാനായിട്ട് കഴിയും. അവിടെ മതഗ്രന്ഥങ്ങളുടെ വിവിധ ഭാഗങ്ങളിൽ നമുക്ക് ആ പ്രാർത്ഥനാ വാചകം ശ്രദ്ധിക്കാനായിട്ട് കഴിയും. ഇവിടെ ദൈവം ആരംഭിച്ച ആ നല്ല പ്രവൃത്തിയുടെ ആദ്യത്തെ വ്യക്തി എന്ന് പറയുന്നത് ഒരു പുരുഷനല്ല, ഒരു സ്ത്രീയായിരുന്നു. പലപ്പോഴും നമ്മൾ ബലഹീനരെന്നും അശക്തരെന്നും പറയുന്ന നിസ്സാരക്കാരെ കൊണ്ടാണ് ദൈവം പലപ്പോഴും നല്ല കാര്യങ്ങൾ ആരംഭിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒന്നിനും കൊള്ളാത്തവരാണെന്നും നിങ്ങളെ കൊണ്ടൊരു ഉപയോഗമില്ലെന്നും ആരെങ്കിലും നിങ്ങളെ നോക്കി പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് ഈ ദൈവവചനത്താൽ ഞാൻ നിങ്ങളോട് പ്രവചിച്ച് പറയുന്നു, ദൈവം നിങ്ങളിലൂടെ ഒരു നല്ല പ്രവൃത്തി ആരംഭിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. മിടുക്കന്മാർ ചുറ്റുവട്ടത്തിൽ കണ്ടേക്കാം, വലിയ സമ്പത്തുള്ളവർ, കായിക ശേഷിയുള്ളവർ, വിജ്ഞാനികളായിരിക്കുന്ന ആൾക്കാർ നമ്മുടെ പരിസരങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുമായിരിക്കാം. പക്ഷേ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ആരംഭിക്കാൻ ദൈവം കണ്ടിരിക്കുന്ന ആ സാധുക്കൾക്കായിട്ട്, പ്രത്യേകിച്ച് കഴിവ് കുറഞ്ഞവരെന്നും സമൂഹത്തിൽ പുറന്തള്ളപ്പെട്ടവരെന്നുമൊക്കെ മുദ്ര കുത്തപ്പെട്ടിരിക്കുന്ന ചിലരിലൂടെ ദൈവം ചെയ്യുന്ന നല്ല പ്രവൃത്തികൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. വിശേഷിച്ച് ലുദിയയ്ക്ക് അങ്ങനെ ഒരു ഭാഗ്യമുണ്ടായി. അവളുടെ മതത്തിൽ നിന്നും തന്നെ അവൾക്കൊരു ചീത്തപ്പേരുണ്ടായിരുന്നു, അഥവാ പരിഗണിക്കപ്പെടാൻ കഴിയാത്ത നിലവാരത്തിൽ ഒരു പ്രത്യേക പേരിനാൽ അവൾ അറിയപ്പെട്ടിരുന്നു. പക്ഷേ അവളിലൂടെ ഒരു ദൈവപ്രവൃത്തി ആരംഭിക്കാൻ കർത്താവിന് താല്പര്യമായി എന്നുള്ളതാണ്. രണ്ടാമത്തെ വ്യക്തി എന്ന് പറയുന്നത് 17-ാമത്തെ അധ്യായത്തിൽ അപ്പോസ്തല പ്രവൃത്തി നമ്മൾ വായിക്കുന്നത് അത് വെളിച്ചപ്പാടത്തിയായ ഒരു പെൺകൊച്ചാണ്. അവളുടെ സ്വന്തം ഉടമസ്ഥത പോലും അവൾക്കുള്ളതായിരുന്നില്ല. അവൾ ആർക്കോ വേണ്ടിയിട്ട് ജോലിയെടുക്കുന്ന, വെളിച്ചപ്പാട് പറഞ്ഞ് പണമുണ്ടാക്കി യജമാനന്മാരെ പോഷിപ്പിക്കുന്നവളായിരുന്നു ആ പെൺകൊച്ച്. പക്ഷെങ്കിൽ അവളിലുണ്ടായിരുന്ന ദുരാത്മാവിനെ ശാസിക്കുന്നതിലൂടെ ഫിലിപ്പിയിൽ ഒരു വലിയ ദൈവപ്രവൃത്തി, കൃപാവരത്തിലൂടെ ഒരു വലിയ ദൈവപ്രവൃത്തി ആരംഭിക്കുകയാണ്. അവൾ അടിമയായിരുന്നു എന്നാണ് ആ വേദഭാഗങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അടിമകൾക്ക് സ്വന്തമായിട്ടൊരു പേരുണ്ടായിരുന്നില്ല, ഒരു അഡ്രസ്സ് ഉണ്ടായിരുന്നില്ല, അവർക്കൊരു ഊരോ പേരോ നാടോ സ്വന്തമായ ഒരു പട്ടണമില്ല. അവരെ ആര് വാങ്ങിക്കുന്നോ അവരുടെ വീടിലും അവരുടെ പറമ്പുകളിലും അവരുടെ തൊഴുത്തുകളിലുമാണ് അവരുടെ ജീവിതമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അടിമയ്ക്ക് ഒരിടമോ പേരോ അഡ്രസ്സോ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള ഒരു വ്യക്തി ആ നല്ല തുടക്കത്തിൻ്റെ ആദ്യത്തെ വ്യക്തിയായിരുന്നു എന്നുള്ളത് നമുക്കേറെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാകുന്നു. സഹോദരങ്ങളെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ഒരു ചിന്തയുണ്ടാകാം, അയ്യോ എനിക്ക് നല്ല പേരോ അഡ്രസ്സോ നല്ല കുടുംബമൊന്നും ഇല്ല, എന്നെക്കൊണ്ട് എന്തിനു കൊള്ളാം എന്ന് ആരാനും ചിന്തിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് വചനത്താൽ പറയുന്നു, നിങ്ങളിലൂടെ ഒരു നല്ല പ്രവൃത്തി ആരംഭിക്കാൻ കർത്താവിന് ആഗ്രഹമാണ്. തീർച്ചയായിട്ടും ദൈവം അത് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യും. ഫിലിപ്പിയിൽ ആ വെളിച്ചപ്പാടത്തിയായ പെൺകൊച്ചിനെ കൊണ്ട് ദൈവം ഒരു നല്ല പ്രവൃത്തി അതിൻ്റെ തുടക്കത്തിലെ ആദ്യത്തെ വ്യക്തികളിൽ ഒന്നാക്കി അവളെ ദൈവം ഉയർത്തിയെങ്കിൽ നമ്മളെയും അങ്ങനെ ഉയർത്താൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഈ സ്ത്രീ നിമിത്തം അവർ കാരാഗ്രഹത്തിലാകുന്നതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അല്ലെങ്കിൽ അവളിലുള്ള ഭൂതാത്മാവിനെ ശാസിക്കുന്നതിലൂടെ യജമാനന്മാരുടെ ലാഭം പോയതുകൊണ്ട് പൗലോസിനെയും ശീലാസിനെയും പിടിച്ച് കാരാഗ്രഹത്തിൽ അടയ്ക്കുകയാണ്. രാത്രി അവർ ദൈവസന്നിധിയിൽ പാടി ആരാധിക്കുമ്പോൾ കാരാഗ്രഹത്തിൻ്റെ വാതിലുകൾ തുറക്കുകയാണ്, ചങ്ങലകൾ അഴിയുകയാണ്, കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനം പോലും ഇളകുന്നതായിട്ടാണ് അപ്പോസ്തല പ്രവൃത്തി നമുക്ക് വായിച്ചറിയാനായിട്ട് കഴിയുന്നത്. ആ ഇടത്ത് വെച്ച് കാരാഗ്രഹ പ്രമാണിയായ ഒരു ജാതീയനായ മനുഷ്യൻ രക്ഷിക്കപ്പെടുന്നതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ആ ഫിലിപ്പിയിൽ ദൈവം ആരംഭിച്ച നല്ല പ്രവൃത്തിയുടെ മൂന്നാമത്തെ വ്യക്തി എന്ന് പറയുന്നത് ജാതീയനായ ഒരു മനുഷ്യനാണ്. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ യഹൂദന്മാരുടെ പ്രാർത്ഥനയിലെ
മറ്റൊരു പ്രാർത്ഥനാ വാചകമാണ്, കർത്താവെ, നീ എന്നെ ഒരു ജാതീയനായോ അടിമയായോ സൃഷ്ടിക്കാത്തത് കൊണ്ട് ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. യഹൂദന്മാർ 3 പ്രധാനപ്പെട്ട വാചകങ്ങൾ ഉപയോഗിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. നീ എന്നെ ഒരു സ്ത്രീയായിട്ടോ അടിമയായിട്ടോ ജാതീയനായിട്ടോ സൃഷ്ടിക്കാത്തത് കൊണ്ട് ഞാൻ അങ്ങേ വാഴ്ത്തുന്നു. പക്ഷേ ഫിലിപ്പിയിൽ ദൈവം ആരംഭിച്ച ഈ പ്രവൃത്തികളുടെ 3 തുടക്കക്കാർ വാസ്തവത്തിൽ യഹൂദന്മാരുടെ പ്രാർത്ഥനാ വാചകങ്ങളെ അട്ടിമറിച്ചിട്ടുകൊണ്ട് ദൈവം മുന്നിലേക്ക് കൊണ്ടുവന്ന ആ 3 വ്യക്തികൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതിലൊന്ന് ഒരു സ്ത്രീ, മറ്റൊന്നൊരു അടിമ, മറ്റൊന്നൊരു ജാതീയനായ മനുഷ്യൻ. ആരാനും ഇന്ന് ഈ ദൈവവചനം കേൾക്കുന്നവർ മറ്റുള്ളവരാൽ വലിയ ഉപദ്രവങ്ങൾ സഹിക്കുന്നവർ, മറ്റുള്ളവരാൽ വേദനകൾ അനുഭവിക്കുന്നവർ, മറ്റുള്ളവരാൽ തിരസ്കരണങ്ങളിലൂടെ കടന്നു പോകുന്നവർ, അങ്ങനെയുള്ളവരാണ് ഈ ദൈവവചനം കേൾക്കുന്നതെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിശ്ചയമായിട്ടും നിങ്ങളിലൂടെ ഒരു നല്ല പ്രവൃത്തി ആരംഭിക്കാൻ കർത്താവിന് ആഗ്രഹമാണ്. ഫിലിപ്പയിൽ ഈ 3 പേരെ ദൈവം ഒരുമിച്ച് കൂട്ടി ഒരു നല്ല പ്രവൃത്തി ആരംഭിച്ചു. അലക്സാണ്ടറും ഫിലിപ്പ് രാജാവും ഒക്കെ തോറ്റുപോയിടത്ത് ദൈവം ആരംഭിച്ച ആ നല്ല പ്രവൃത്തി ഇന്നും യൂറോപ്പിൻ്റെ മണ്ണിൽ സജീവമായിരിക്കുന്നതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലും അങ്ങനെ ഒന്ന് സംഭവിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മുടെ മുമ്പിൽ മഹാരഥന്മാർ പട്ടുവീണിട്ടുണ്ടാകാം, വലിയ വില്ലാളികൾ നമ്മുടെ മുമ്പിൽ കുഴഞ്ഞു വീഴുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാകാം. പക്ഷേങ്കിൽ ദൈവത്തിൻ്റെ സഹായത്താൽ നാം ആരംഭിച്ചിട്ടുള്ള ദൈവം നമ്മളിൽ ആരംഭിച്ചിട്ടുള്ള നല്ല പ്രവൃത്തികളെ തകർത്ത് കളയാൻ പിശാചിന് കഴിയത്തില്ല. നിശ്ചയമായിട്ടും ദൈവം അത് പൂർത്തീകരിക്കും. നമ്മുടെ മരണം വരെയോ നാം നിത്യതയിൽ പ്രവേശിക്കുന്നത് വരെയോ ആ പ്രവൃത്തികൾ നമ്മളിൽ തുടരുമെന്നുള്ളത് ഇന്ന് സ്നേഹത്തോടുകൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. ആമേൻ.